തട്ടിക്കൂട്ടല്ലേ, ഉറങ്ങിപ്പോയി. സത്യം പറയാം, അത് പടം പോരുന്നേ, ഒരു എത്തും പിടിയില്ലാത്ത ഒരു എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് പാർട്ട് കൂടെ വരണം, ആൾക്കാരെ പറ്റിക്കാമല്ലോ. നൈസായിരുന്നു, നല്ല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പടം കാണുന്ന രീതിയിൽ വന്ന് കാണരുത്. പക്ഷേ ഇത്രയും നന്നായിട്ട് ഒരു പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ആളിപ്പം മമ്മൂക്ക തന്നെയാണ്. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഗുഡ് സ്ക്രീൻ പ്ലേ. ഒരുപാട് ലാഗ് വരുന്ന സ്ഥലത്ത് പോലും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി. എടുത്തു പറയാൻ ഭയങ്കരമായ ഒരു ഫാക്ടർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല, പക്ഷെ വൺ ടൈം വാച്ചബിളാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല. തട്ടിക്കൂട്ടല്ലേ, എനിക്ക് തോന്നി. എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം പറയാൻ അറിയില്ല. തട്ടിക്കൂട്ടാ ഒന്നുമല്ല, ഉറങ്ങിപ്പോയി. സത്യം പറയാം, അത് പടം പോരുന്നേ, ഡിക്റ്റേറ്റീവ് അവർ കണ്ടുപിടുത്തുക, ഒരു എത്തും പിടിയില്ലാത്ത ഒരു എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എന്നും പറഞ്ഞ് പിന്നെ സെക്കൻഡ് പാർട്ട് കൂടെ വരണം, ആൾക്കാരെ പറ്റിക്കാമല്ലോ. കിടിലൻ സിനിമ, ക്ലൈമാക്സ് കൊള്ളാം, ത്രില്ലറാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ്റെ അഭിനയം കൊള്ളാം. പിന്നെ കിടിലൻ ഡയറക്ഷൻ. ഒരു ഫസ്റ്റ് ഹാഫ് അത്ര വലിയ നമുക്ക് തോന്നുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് കയറി കഴിയുമ്പം ത്രില്ലറും അവസാനം വരുന്ന ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര കിടിലാണ്. എന്തായാലും പോയി കാണാനുള്ളതുകൊണ്ട് കൊള്ളാം, സൂപ്പർ. അങ്ങനെയല്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഈക്വലി ഗുഡാണ്, നല്ല സിനിമ. എൻഗേജിങ് ആണ് ചേട്ടാ, പക്ഷേ എവിടേക്കോ ക്ലൈമാക്സ് ഒക്കെ കണ്ടു മറന്ന ഒരു സംഭവം വരെ തോന്നുന്നുണ്ട്. പിന്നെ കാർത്തിക് എന്നൊരു ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരൻ അടിപൊളി, ഓസം ആക്ടിങ്, രക്ഷയില്ല. ഒബ്വിയസ്ലി മമ്മൂക്കയും. പിന്നെ എടുത്തു പറയാൻ ഭയങ്കരമായ ഒരു ഫാക്ടർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല, പക്ഷെ വൺ ടൈം വാച്ചബിളാണ്. പടം കൊള്ളായിരുന്നു, കണ്ടോണ്ടിരിക്കാം. സസ്പെൻസ് പടമാണ്, ത്രില്ലറാണ്, കുഴപ്പമില്ല. നല്ല പടം, നൈസായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലായിരുന്നു, നൈസായിരുന്നു, നല്ല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നല്ല പുതിയൊരു മൂവി. നമുക്ക് കോമഡി എല്ലാം ഉണ്ട്, സുരേഷൻ കൊള്ളാം. നല്ല കോമഡിയും ത്രില്ലർ മൂവി. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പോരാട്ടെ, ആവറേജ്. നല്ല ത്രില്ലർ, സിമ്പിൾ ത്രില്ലർ ആയിരുന്നു. അഭിനയമൊക്കെ കൊള്ളായിരുന്നു. കിടിലം പടം. നല്ല സിനിമ. കൊള്ളാം ബ്രോ, നൈസ് മൂവി. അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ മേക്കിംഗ് കൊള്ളാം, എഡിറ്റിംഗ് സ്റ്റൈൽസും എൻഗേജിങ് ആണ്. ലാഗ് ഉണ്ട്, പക്ഷേ ബോറടിക്കില്ല, അങ്ങനത്തെ രീതി എടുത്തു. നല്ല പടം, നല്ല സിനിമ, അടിപൊളി പടം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമഡി പടം കാണുന്ന രീതിയിൽ വന്ന് കാണരുത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അതുപോലെ ഫസ്റ്റ് ഹാഫ് ലാഗില്ലാതെ പോയി, സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോഴത്തേക്കും ആ ലാഗെല്ലാം മാറി, പടം ഒരു കിടിലം പടമായിട്ട് മാറി. ഒരു അടിപൊളി ട്വിസ്റ്റൊക്കെ ഉള്ള കാര്യമാണ്. പിന്നെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലൂറായി പോകും. നല്ല സിനിമയാണ്, എല്ലാവരും വന്ന് കാണുക. സൂപ്പർ സിനിമ. മമ്മൂക്കയും കൗൽ സുരേഷും തമ്മിലുള്ള ആ ഒരു സംഭവം അടിപൊളിയായി വർക്കൗട്ടായിട്ടുണ്ട്. മമ്മൂട്ടി വീണ്ടും അയാൾ പറയുമ്പോൾ തന്നെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ നടനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂ ഇയറിൽ ആദ്യത്തെ മമ്മൂക്ക ചിത്രമാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ചിത്രം തന്നെയായിരുന്നു. ചിത്രം നമ്മൾ ഗൗതം വാസുദേവൻ്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രതീക്ഷ തെറ്റിച്ചില്ല. പിന്നെ ഗോകുൽ സുരേഷ്, മമ്മൂക്ക രണ്ടുപേരും കൂടിയുള്ള ഒരുമിച്ചുള്ള ചിത്രം, അതും നല്ല ചിത്രമായിരുന്നു. പക്ഷേ ഇത്രയും നന്നായിട്ട് ഒരു പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് സിനിമ എടുക്കുന്ന ആളിപ്പം മമ്മൂക്ക തന്നെയാണ്. നല്ല രീതിയിലുള്ള ചിത്രം തന്നെയാണ്. ഫസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ചിത്രം ന്യൂ ഇയറിൽ ഫസ്റ്റ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ന്യൂ ഇയർ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുന്ന ഒരു സ്മാർട്ടായി തോന്നുമായിരുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് തോന്നുമായിരുന്നു ആ ചിത്രത്തെ നമ്മൾ ആദ്യമായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ. എന്തായാലും ഇപ്പോഴാണ് സിനിമയ്ക്കൊരു മലയാള സിനിമയുടെ ഒരു ന്യൂ ഇയർ എഫക്റ്റ് വന്നത്. അത്രയ്ക്ക് നല്ല രസമായുള്ള ചിത്രം തിയേറ്റർ വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. നല്ല രസം. നല്ല മൂവിയായിരുന്നു, നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി ഒരു ലാഗ് ഉള്ളതുപോലെ തോന്നിയാൽ പോലും പക്ഷെ നല്ല സ്ക്രീൻ പ്ലേ. പിന്നെ ഗൗതം മേനോൻ്റെ ആ ഒരു ഫിനിഷ് ഉള്ളതുകൊണ്ട് സിനിമ നല്ല രസമായിരുന്നു കാണാൻ. മമ്മൂട്ടി ആയിരുന്നാലും ഗോകുലായിരുന്നാലും നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. നല്ല അത് പറഞ്ഞു, സ്ക്രീൻ പ്ലേ വളരെ നല്ലത്. നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പം എനിക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി ചിലപ്പോൾ ഈ ഒരു ആംഗിളിലേക്ക് പോവാണോ, ചിലപ്പോൾ ഒരു അവസാനത്തെ 15-20 മിനിറ്റ്സ് ആകുമ്പോൾ മനസ്സിലാവും. പക്ഷേ ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഗുഡ് സ്ക്രീൻ പ്ലേ, ഒരുപാട് ലാഗ് വരുന്ന സ്ഥലത്ത് പോലും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റി. സോ ഹാറ്റ്സ് ഓഫ് ടു ഹു വാസ് റിട്ടൺ ഇറ്റ്. ആൻഡ് ഗൗതം മേനോൻ നല്ലപോലെ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു പ്രസൻറ്റ് ചെയ്തിട്ട് മൂവി. ആദ്യം തന്നെ ഈ പോസ്റ്റേഴ്സൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ വളരെ ലൈറ്റ് കളേർഡ്, ഭയങ്കര ഒരു ഫെമിനിസ്റ്റ് ടോൺ കൊടുത്തേക്കുന്ന ഒരു ഇതായിരുന്നു. ലാവെൻഡറും പിങ്കും അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് തന്നെ ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. അതൊരു ഒരു മിസ്റ്ററി ജാണറിൽ പോകുമ്പോൾ എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം വളരെ ഇൻട്രീഗിങ് ആയിരുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മൂവി, അടിപൊളിയായിരുന്നു, ഇല്ല പടമായിരുന്നു. സെക്കൻഡ് ഹാഫാണ് എൻ്റെ അടിപൊളിയായിരുന്നു.